കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്രമന്ത്രിയായതിന്റെ വാർഷികം ആഘോഷിക്കാൻ ആലപ്പുഴ ആകെ ഒരുങ്ങി കാത്തിരുന്നു. വാർഷികത്തോടനുബന്ധിച്ച് കുട്ടനാട് പാക്കേജ് കുളമാക്കിയതിനുള്ള നന്ദിയും കൊടിക്കുന്നിൽ സുരേഷ് രേഖപ്പെടുത്തി. ഈ ഗവൺമെന്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ കുട്ടനാട് പാക്കേജിന്റെ പാളം തെറ്റി, അല്ലെങ്കിൽ അത് താളം തെറ്റി. കാരണം വെച്ചാൽ അത് തുടക്കത്തിൽ നമ്മൾ എടുത്ത തീരുമാനം എല്ലാ 3-4 ജില്ലകൾക്ക് ഒരുമിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പോയി. ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പോയത് ഈ ഗവൺമെന്റ് കാലത്തല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ 1-ാം പ്രതി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആയിരുന്നു. 2-ാം പ്രതി മാത്രമേ ആര് വരുള്ളൂ? UDF ഗവൺമെന്റ് വരത്തുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പ്രതികളെ തീരുമാനിക്കുന്നുവെങ്കിൽ ഈ കുട്ടനാട് പാക്കേജ് നിങ്ങൾ പറഞ്ഞല്ലോ, ബൈപ്പാസിന്റെ കാര്യം, കുട്ടനാട് പാക്കേജിന്റെ കാര്യത്തിൽ പ്രതികളെ കുറ്റവിചാരണ ചെയ്യുമെങ്കിൽ ഒന്നാമത് കുറ്റവിചാരണ ചെയ്യേണ്ടത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയാണ്. അത് കഴിഞ്ഞിട്ട് UDF വരത്തുള്ളൂ. ഈ വസ്തുത എന്താ നിങ്ങൾ പറയാത്തെ? ഈ വസ്തുത എന്താ നിങ്ങൾ തിരിച്ചറിയാത്തെ? അവസാനം വരുന്ന ആള് ആദ്യ ഭാഗത്തിന്റെ പാവാരം കൂടെ എടുക്കണമെന്ന് നടക്കുന്ന കാര്യമാണ്. സോളാർ കേസിന് ശേഷം കൊടിക്കുന്നിലിനെ CPIMകാർ ആലപ്പുഴയിൽ എവിടെ കണ്ടാലും ചീമുട്ടയെറിയും, കരിങ്കൊടി കാണിക്കും. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായ കല്ലേറൊന്നും കൊടിക്കുന്നിലിനെ ബാധിക്കുന്നേയില്ല. ഈ സാഹചര്യത്തിൽ സമകാലിക വിഷയങ്ങളെക്കുറിച്ച് കേന്ദ്രമന്ത്രിക്ക് ഏറെ പറയാനുണ്ട്. ശാലു മേനോന്റെ വീട്ടിൽ പാലുകാച്ചലിന് പോയി പുലിവാല് പിടിച്ചത് മുതലുള്ള കാര്യങ്ങൾ. ആദ്യം പീതാംബരക്കുറുപ്പ് ശ്വേതാ മേനോനെ അപമാനിച്ചെടുത്ത് വെച്ച് തന്നെ തുടങ്ങാം. ചാനലുകൾ എന്ത് ദൃശ്യം കൊടുക്കുന്നത്? എല്ലാവരും നിൽക്കുന്ന ദൃശ്യം കൊടുക്കുന്നത്, അല്ലാതെ എന്ത് ചാനലുകൾക്ക് എന്തെല്ലാം ദൃശ്യം കൊടുക്കും? എന്നെ കുറിച്ച് എന്തെല്ലാം ദൃശ്യം കാണിച്ചു? ചാനലുകൾക്ക് ഒരുപാട് ദൃശ്യം കാണിക്കാൻ പറ്റും. ഞാൻ എന്നെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം കൊടുത്തു അതൊന്നും പറഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് ദൃശ്യങ്ങൾ കൊടുക്കാൻ പറ്റും. അത് പരിശോധിക്കേ. എന്തിനാ ഞാനവിടെ ഇല്ലായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വിശദാംശം അറിയത്തില്ല. ഈ സംഭവം നടന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്നു. ഞാനത് കഴിഞ്ഞ് ഞാൻ 4:30 ട്രോഫി കൊടുക്കാനാണ് വന്നത്. എന്നിട്ട് രാത്രിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. അതിനുശേഷം ബന്ധപ്പെട്ടവരെ വിളിച്ചിട്ട് എനിക്ക് ആരെയും കിട്ടിയില്ല. ഞാൻ ഇന്നലെ ചെങ്ങന്നൂരായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ വിശദാംശം അറിയാതെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? കേരളം മൊത്തം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമാണ്. ചർച്ച ചെയ്യട്ടെ. ഏത് വിഷയമാണ് കേരളം ചർച്ച ചെയ്യാത്തത്? മിനിസ്റ്റർ എന്ന നിലയിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ അഭിപ്രായമാണ് നമ്മൾ ചോദിച്ചത്. അല്ലെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചാനലിൽ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കേട്ടുകൊണ്ട് എനിക്ക് അതിനകത്ത് പ്രതികരിക്കാൻ പറ്റില്ല. എനിക്ക് അതിന്റെ വസ്തുത മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാൻ പറ്റും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലല്ലേ, അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് വരട്ടെ, അതിന്റെ വസ്തുത അറിയട്ടെ. വസ്തുത അറിഞ്ഞിട്ട് അതിനകത്ത് പ്രതികരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സംരക്ഷണം കിട്ടുന്നില്ലല്ലോ. എന്നെ ഇവിടെ ചീമുട്ട എറിഞ്ഞ ആളിനെ ഞാനിവിടെ കൈനേരി പരിപാടിക്ക് CK സദാശിവന്റെയും സാന്നിധ്യത്തിൽ എന്നെ ചീമുട്ട എറിഞ്ഞിട്ട് ഞാൻ ആ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അയാളെ പറഞ്ഞു വിട്ടേ പോലീസ്. എനിക്ക് തന്നെ സംരക്ഷണം കിട്ടുന്നില്ല. ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ കരിങ്കൊടി കാണിക്കുന്നു, ചീമുട്ട എറിയുന്നു. എല്ലാം CPMന്റെ റൗഡികളും ക്രിമിനൽസുമാണ് വന്ന് നിൽക്കുന്നത്. എന്തിനാ എന്നെ അറിയുന്നത്? എന്തിനാ? ഞാനെന്ത് തെറ്റ്? എന്റെ ഒരു കേസുണ്ടോ? ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തോ? എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഏതെങ്കിലും പീഡനത്തിൽ ഞാൻ പങ്കാളിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തട്ടിപ്പ് ഞാൻ പ്രതിയാണ്? പിന്നെ എന്തിനാ എന്റെ പുറകെ കരിങ്കൊടിയായിട്ട് നടക്കുന്നത്? എനിക്ക് പോലും സംരക്ഷണം അവിടെ ഇല്ല. എനിക്കെതിരെ ആക്രമണമല്ല. ഒരു പാർലമെന്റ് അംഗം നിലയിൽ 19,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ച ഒരു പാർലമെന്റ് അംഗം നിലയിൽ ഇവിടെ മണ്ഡലത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല, എന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഞാനൊരു മെഡിക്കൽ കോളേജ് സാങ്ഷൻ ചെയ്ത് ഡൽഹിയിൽ നിന്ന് മാവേലിക്ക് ഒരു മെഡിക്കൽ കോളേജ് സാങ്ഷൻ ചെയ്ത് വന്നതിന്റെ അന്നാണ് കൈനഗരിയിൽ ഇവിടുത്തെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു വലിയ പ്രോജക്ട് സാങ്ഷൻ ചെയ്ത് വന്നതിന്റെ പിറ്റേ ദിവസം കൈനഗരിയിൽ വന്നപ്പോൾ എന്നെ അവിടെ ചീമുട്ട എറിഞ്ഞത്, എന്നെ തടഞ്ഞത്. അപ്പൊ എന്താ, ഇപ്പൊ കൊല്ലം ജില്ലാ കമ്മിറ്റി ഇപ്പൊ തടച്ചിലില്ല, കോട്ടയം ജില്ലാ കമ്മിറ്റി തടച്ചില്ല, ഈ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അപ്പൊ തടയുന്നത്. മെനിഞ്ഞാന്ന് ഞാൻ മാമ്പുഴക്കരിയില് ഒരു വീട്ടിൽ പൊതുപരിപാടിയിൽ ഒരു മരണ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് അവിടുത്തെ വേഴപ്രയിലെ ഒരു അടുത്താലത്ത് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറെ റൗഡികളും ക്രിമിനലുകളും CPMന്റെ പെട്ടെന്ന് അവിടെ ഒത്തുകൂടി. ഞാൻ വരുമ്പോ കരിങ്കൊടിയായിട്ട് റോഡ് ഇരിക്കുക. സത്യം, കരിങ്കൊടിയായിട്ട് റോഡ് ഇരിക്കുക. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒരു മരണ വീട്ടിൽ പോയിട്ട് വരിക മാമ്പുഴക്കരയിൽ. അതിന്റെ തൊട്ടടുത്തൊരു അച്ഛനെ കാണാം. ഒരു പള്ളിയിൽ അച്ഛന് അവിടുത്തെ എന്തോ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു ചെല്ലണം, സ്വകാര്യ സന്ദർശനം. ഇങ്ങനെ വേണോ CPM ജനപ്രതിനിധികളോട് പെരുമാറേണ്ടത്?
CPM പോലീസിനെ പോലും അനുസരിക്കുന്നില്ലല്ലോ. കോടതി പോലും അവർക്ക് പുല്ലല്ലേ, പിന്നെ എങ്ങനെയാ? ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും ഇതല്ലേ CPM ചെയ്തുകൊണ്ടിരുന്നത്? അവർക്കിവിടെ ആഭ്യന്തരമൊക്കെ വല്ല വേണോ? കോടിയേരി ബാലകൃഷ്ണൻ അല്ലേ വിളിച്ചോണ്ട് പോയത്? എന്തെല്ലാം ആക്രമണം ഇവിടെ അരങ്ങേറി? കോടിയേരി ബാലകൃഷ്ണൻ ആയാലും പോലും ഇവിടെ CPM ആക്രമണം നടത്തിയില്ല. അവര് ഭരിക്കുമ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും ഇവിടെ അവർ അഴിഞ്ഞാടിയില്ലേ? അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം, അവശതയോടെ കളിച്ചാ മതി. ആഭ്യന്തര മാർക്സിസ്റ്റ് പാർട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇല്ല, ആഭ്യന്തര വകുപ്പിന് അകത്ത് പരാജയം ആണോ പരാജയം അല്ലേ എന്നുള്ളതല്ല വിഷയം. എനിക്കങ്ങനെ വ്യക്തിപരമായ അഭിപ്രായം ഇല്ലല്ലോ. ഞാൻ UDF-ന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാനും അതിനോട് യോജിക്കുന്നു. എന്നെ കൊണ്ട് പറയിപ്പിച്ച് നാളെ ഒരു 4 കോളം വാർത്തയാക്കുക, അല്ലെങ്കിൽ നാളെ ചാനലിൽ ഓപ്പണിംഗ് ന്യൂസ് ഫ്ലാഷ് ബാക്ക് ആക്കുക, അത് നടക്കട്ടെ. അതിന് എന്നെ കിട്ടത്തില്ല. തിരുവഞ്ചൂർ ഇനിയെങ്കിലും ഇതൊന്ന് കേൾക്കണം. ഗ്രൂപ്പ് നോക്കി സുരക്ഷ കൊടുത്താൽ കൊടിക്കുന്നിലിനെ പോലുള്ള കേന്ദ്രമന്ത്രിമാർ കുഴപ്പത്തിലാകും. ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കരുത്. പണ്ടത്തെ പോലെയല്ല. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലേക്ക് നുഴഞ്ഞു കയറാൻ പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണി തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ജാഗ്രതയായി. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർത്തിയാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.